നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രം, അതായത് 2025 ഡിസംബർ മാസഫലമാണ്. വേദജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനപരമായ പഞ്ചാംഗവും പ്രധാനപ്പെട്ട ഗ്രഹസംക്രമണങ്ങളും കണക്കിലെടുത്താണ് ഈ വിശകലനം നടത്തുന്നത്. അശ്വതി നക്ഷത്രം രാശിചക്രത്തിലെ ആദ്യ നക്ഷത്രമാണ്. കുതിരത്തലയിലുള്ള ദിവ്യ വൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരാണ് ഇതിൻ്റെ ദേവത. വേഗത, ഊർജ്ജസ്വലത, സാഹസികത, മുൻകൈ എടുക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ അന്തർലീനമാണ്. 2025 ഡിസംബർ മാസം മേടൻ രാശിക്കാർക്ക്, പ്രത്യേകിച്ച് അശ്വതിക്കാർക്ക്, ഉയർന്ന കർമ്മശേഷിയും വലിയ വെല്ലുവിളികൾ ഒരേ സമയം നൽകുന്ന ഒരു സവിശേഷ കാലഘട്ടമാണ്. ഈ മാസത്തിൻ്റെ ഫലങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ജാതകത്തിലെ പ്രധാന ഭാവങ്ങൾ വരുന്ന സംക്രമണങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഡിസംബറിൽ പ്രധാനമായി മേടൻ രാശിക്കാർക്ക് ഫലം നൽകുന്ന 3 പ്രധാന ഗ്രഹസ്ഥിതികളുടെ വിശകലനം ചെയ്യാം. ഇത് ഗ്രഹങ്ങളുടെ സമ്മിശ്ര സ്വാധീനം നിങ്ങളുടെ ഈ മാസത്തെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ത്രിഗ്രഹ യോഗം 10ാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ്. തൊഴിൽ, പദവി, സാമൂഹ്യ അംഗീകാരം എന്നിവ ഈ ഭാവം നിർണ്ണയിക്കുന്നു. ഡിസംബറിൽ ഈ ഭാവം ശക്തമായ സ്വാധീനത്തിന് വിധേയവുമാണ്. ഈ മാസം 10ാം ഭാവമായ മകരം രാശിയിൽ 3 പ്രധാന ഗ്രഹങ്ങൾ സംയോജിക്കുന്നു. ഇത് നിങ്ങളുടെ തൊഴിൽ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. മേടൻ രാശിയുടെയും അശ്വതി നക്ഷത്രത്തിൻ്റെയും അധിപനായ ചൊവ്വ ഡിസംബർ 15 അതിൻ്റെ ഉച്ചരാശിയായ മകരത്തിലേക്ക് സംക്രമിക്കുന്നു. ചൊവ്വ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് അത്യധികം ശുഭകരമാണ്. ഇത് കർമ്മരംഗത്തിൻ്റെ അസാധാരണ വിജയം, ഉയർന്ന അധികാരം, സ്ഥാനക്കയറ്റം, നേതൃപാഠവും എന്നിവ ഓർപ്പിക്കുന്നു. ഈ സ്വാധീനം കാരണം നക്ഷത്രങ്ങൾ മാർച്ച് മാസം മുതൽ നേരിടുന്ന തൊഴിൽപരമായ പുരോഗതിക്കും പുതിയ അവസരങ്ങൾക്കുമുള്ള സാധ്യത ഡിസംബറിൽ അതിൻ്റെ പരമാവധിയിലെത്തും. സൂര്യൻ ഡിസംബർ 21 ശുക്രനും ഇതേ 10ാം ഭാവത്തിലേക്ക് വരുന്നു. സൂര്യൻ അധികാരത്തെയും സർക്കാർ സംബന്ധമായ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനാൽ സർക്കാർ സംബന്ധമായ ജോലികൾ, ഉദ്യോഗസ്ഥരുമായ ഇടപെടൽ, പൊതുരംഗത്തെ അംഗീകാരം എന്നിവ വലിയ വിജയം പ്രതീക്ഷിക്കാം. ശുക്ര സാന്നിധ്യം ജോലിയിലെ കാര്യക്ഷമതയും സൗന്ദര്യബോധവും മെച്ചപ്പെടുത്തും. വ്യാഴം ഒക്ടോബർ 19 മുതൽ ഡിസംബർ 5 വരെയുള്ള മേടൻ രാശിയുടെ 4ാം ഭാവമായ കർക്കിടകത്തിൽ നിൽക്കുകയായിരുന്നു. ഈ സ്ഥാനം പൊതുവെ പ്രതികൂലമാണ്. ഡിസംബർ 5 വ്യാഴം 3ാം ഭാവമായ മിഥുനത്തിലേക്ക് സംക്രമിക്കും. 3ാം ഭാവം പരിശ്രമം, ധൈര്യം, സാഹോദരങ്ങൾ, ആശയവിനിമയം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനത്തെ വ്യാഴം പൊതുവെ അനുകൂലമല്ല. ഇത് മാനസിക പിരിമുറുക്കം, ആശങ്ക, വസ്തുസംബന്ധമായ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാനും ഇടയുണ്ടാവും. നഷ്ടങ്ങൾക്കും ഇടയുണ്ടാവും. ശനി 12ാം ഭാവമായ മീനത്തിൽ പ്രതികൂലമായി തുടരുന്നുണ്ട്. 12ാം ഭാവത്തിലെ സാമ്പത്തിക നഷ്ടങ്ങൾ, വലിയ ചെലവുകൾ, ദുരിതം, തടസ്സങ്ങൾ എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേതു 5ാം ഭാവത്തിൽ നിൽക്കുന്നുമുണ്ട്. ഡിസംബർ മാസം കർമ്മരംഗത്ത് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശക്തമായ ഒരു മാസമായിരിക്കും. വർഷത്തിൻ്റെ ആരംഭത്തിൽ നേരിടുന്ന പല വിഷയങ്ങളെയും തടസ്സങ്ങളെയും ഈ മാസത്തോടെ മറികടക്കാൻ സാധിക്കും. ഉച്ചസ്ഥിതിയിലെ ചൊവ്വയുടെയും സൂര്യൻ്റെയും സംയോജനം കാരണം ഡിസംബർ 15 ശേഷം ഉദ്യോഗത്തിൽ മികച്ച വിജയം ഉറപ്പിക്കാം. പുതിയ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കും. ഉയർന്ന അംഗീകാരങ്ങൾ ഏറ്റെടുക്കുക. സമൂഹത്തിൽ അംഗീകാരം നേടിയെടുക്കുക. 10ാം ഭാവം വളരെ സജീവമായിരിക്കുന്നത് വലിയ ഊർജ്ജം നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ മറുവശം ശ്രദ്ധിക്കണം. ആവേശവും തിടുക്കവും കാരണം പെട്ടെന്നുള്ള കോപത്തിന് ഇടയുണ്ടാകും. ഇത് തൊഴിൽ രംഗത്തെ സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ടാകും. ശ്രദ്ധിക്കുക. വർഷത്തിൻ്റെ പൊതുഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ ശക്തമാകുമെന്നാണ്. രാഹുവിൻ്റെ ഭാവം വരുമാന വർധനവ്, പ്രത്യേകിച്ച് അപ്രതീക്ഷിത മാർഗങ്ങളിലുള്ള ലാഭം എന്നിവയാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ അനുകൂല രത്നങ്ങളായ ചുവന്ന പവിഴം, മഞ്ഞ, പുഷ്യരാഗം എന്നിവ ധരിക്കുന്നത് ഉചിതമാണ്. ഭാഗ്യസംഖ്യകളായ 2, 7, 9 എന്നിവ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക. വരുമാനം വർദ്ധിക്കുമെങ്കിലും 12ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം കാരണം ചെലവുകളും വർദ്ധിക്കും. വലിയ നിക്ഷേപങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ക്ഷമ ആവശ്യമുള്ള ഊഹക്കച്ചവടങ്ങൾക്കോ ഈ മാസം അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അനുകൂലമായി കാണുന്നില്ല. പ്രധാനപ്പെട്ട ചിലവുകൾ, പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കുണ്ടാകാനുള്ള ഇടയുമുണ്ട്. ഡിസംബറിൽ ആരോഗ്യത്തിന് പ്രത്യേകം ശ്രദ്ധ നൽകണം. ഗ്രഹസ്ഥിതികൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന മേഖലയാണിത്. ഈ വർഷത്തെ വാർഷിക ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അനാസ്ഥ കാണിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് ഇടയുണ്ടാക്കും. കാൽമുട്ട് വേദന, നടുവേദന, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ ശ്രദ്ധയോടെ സമീപിക്കേണ്ടതാണ്. ഈ മാസം വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. പരിക്കുകൾ, പ്രത്യേകിച്ചും ശസ്ത്രക്രിയ വരെ വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാനിടയുണ്ട്. അമിതമായ ജങ്ക് ഫുഡ് ഉപയോഗം ഈ മാസത്തെ ആരോഗ്യസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. പതിവായി യോഗയും പരിശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിന് ഊർജ്ജവും സന്തുലിതമാക്കാനും സഹായിക്കും. ധ്യാനവും ചെയ്യാവുന്നതാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ വർഷം പൊതുവെ നല്ല വർഷമായിരിക്കും. ഡിസംബറിൽ 10ാം ഭാവത്തിലെ ശുക്രൻ്റെ സ്വാധീനം ജോലിസ്ഥലത്തെ വലിയ സമ്മർദ്ദം കാരണം കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉരസലുകൾ ലഘൂകരിക്കാൻ സഹായിക്കും. 3ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ പ്രതികൂലമായ സ്ഥാനം സഹോദരങ്ങളുമായും അടുത്ത സുഹൃത്തുക്കളുമായുമുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാകുന്നു. ഇവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതും ആശയവിനിമയത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതും ഈ മാസം പ്രധാനമാണ്. ഡിസംബർ 11 ബുധൻ 9ാം ഭാവമായ ധനുരാശിയിൽ പ്രവേശിക്കുന്നു. 9ാം ഭാവം ഉന്നത വിദ്യാഭ്യാസം, ആത്മീയ അന്വേഷണങ്ങൾ, ദൂരദേശങ്ങളിലെ അറിവ് എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സംക്രമണം
ഉന്നത പഠനം, ഗവേഷണ പ്രബന്ധങ്ങൾ, ആത്മീയ വിഷയങ്ങളിലുള്ള ശ്രദ്ധ എന്നിവയ്ക്ക് ഉത്തമമാണ്. ബുധൻ ഈ ഭാവത്തിൽ വരുന്നതിനാൽ ആശയവിനിമയ ശേഷി വർദ്ധിക്കും. പഠനകാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. 9ാം ഭാവത്തിലെ ബുധന്റെ സ്വാധീനം കാരണം ഉന്നത കാര്യങ്ങൾക്കായുള്ള വിദേശ യാത്രകൾക്കോ ദീർഘദൂര തീർത്ഥാടനങ്ങൾക്കോ ഈ മാസം സാധ്യതയുണ്ട്. അശ്വിനി നക്ഷത്രത്തിലെ അധിപന്മാരായ ദിവ്യ വൈദ്യന്മാരെ നിത്യവും പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നത് ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ സഹായിക്കും. അതായത് അശ്വിനി കുമാരന്മാരെ ആരാധിക്കുക. നിത്യവും ഗായത്രി മന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും നല്ലതാണ്. ചൊവ്വയുടെ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ രാശിയുടെ അധിപനെ പ്രീതിപ്പെടുത്താനും കർമ്മരംഗത്തെ വിജയത്തിന് ഊർജ്ജം പകരാനും സഹായിക്കും. നിസ്വാർത്ഥമായ സേവനങ്ങളും ചാറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ദോഷകരങ്ങളുടെ കാഠിന്യം കുറയ്ക്കും.